ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിനി സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഏതൊക്കെയാണ് അപ്കമിങ് ആയിട്ടുള്ള എക്സാംസ് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇനി വരുന്ന എല്ലാ PSC എക്സാംസിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആവട്ടെ, PSUs അതായത് ISRO, SCI പോലെയുള്ള എക്സാംസിന് നിങ്ങളെ തയ്യാറാക്കാനായിട്ട് എൻട്രി ഒരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 15ലധികം വരാൻ പോകുന്ന എക്സാംസിനെ ടാർഗറ്റ് ചെയ്ത് നടത്തുന്ന ഈ കോഴ്സ് ബിടെക് കഴിഞ്ഞവരെ ഫോക്കസ് ചെയ്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇനി വരുന്ന എല്ലാ എക്സാംസിനും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷനും തന്ന് ഇനി വരുന്ന ഒരു 2 വർഷത്തിനുള്ളിൽ വരുന്ന ഏത് എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഫോം ചെയ്തെടുക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ്. ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ഫോം ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ ബിടെക് അല്ലെങ്കിൽ നമ്മുടെ അപ്കമിങ് എക്സാംസ് ഏതൊക്കെയാണ് ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം പറയാനുള്ളത് നമുക്ക് ഓവർസിയർ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങാം. എയിലേക്ക് വരാം. ബിഫോർ ദാറ്റ് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ PWD ഇറിഗേഷൻ ആണ്. ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2/11/2022 അതായത് 3 വർഷം കഴിഞ്ഞ് 2024 ആകുമ്പം ഇത് എക്സ്പയർ ആവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉടൻ തന്നെ ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഇതിനകത്ത് സെക്കൻഡ് ഗ്രേഡിൻ്റെ വന്നതാണ്, പക്ഷേ നമുക്ക് ഫസ്റ്റ് ഗ്രേഡിൻ്റെ വന്നിട്ടില്ല. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ LSGD ആണ്. LSGD എന്ന് പറയുന്നത് നമുക്കറിയാം സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ്സ് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആണ്. നമുക്ക് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 14/7/2022 ആണ്. സോ 3 വർഷം കഴിഞ്ഞ് 2025 7ാമത്തെ മന്ത് ആകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ലിസ്റ്റ് എക്സ്പയർ ആവുന്നതാണ്. സോ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. 722 പേരായിരുന്നു കഴിഞ്ഞ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ 722 പേരെ മെയിൻ ലിസ്റ്റിലുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് വേക്കൻസി വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. സോ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ LSGD ആണ് അടുത്ത നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്തത് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ PWD ഇറിഗേഷൻ ആണ്. ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഒരു പോസ്റ്റാണ്. നമുക്ക് ലിസ്റ്റ് തീരുന്നത് വന്നത് 24/5/2022 ആണ്. സോ 2025 5ാം മാസത്തിൽ ഇത് എക്സ്പയർ ആവും. 1216 പേരാണ് കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ അഡ്വൈസ് പോയ ആൾക്കാർ 541 അതായത് ഏകദേശം പകുതി ആൾക്കാർക്ക് അഡ്വൈസസ് പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഒരു പരീക്ഷയാണ്. സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറിന് മാത്രം എക്സ്ക്ലൂസീവ് കോഴ്സസും നമുക്ക് എൻട്രിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ LSGD ആണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 23/6/2022 3 വർഷം കഴിയുമ്പോൾ 2025 തന്നെയാണ് ഈ ഒരു ലിസ്റ്റും എക്സ്പയർ ആവുന്നത്. ഇതിൽ 1526 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന് ലിസ്റ്റിനേക്കാളും കുറച്ച് നമ്പർ കൂടുതലായിരിക്കും സെക്കൻഡ് ഗ്രേഡ്. ഇതിലും കൂടുതൽ ആൾക്കാരായിരിക്കും തേർഡ് ഗ്രേഡിൽ ഉണ്ടാവുക. ബിക്കോസ് നമുക്കറിയാം എല്ലാ ലിസ്റ്റിലും കോമൺ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ജോലി കിട്ടുന്നതിനനുസരിച്ച് അവർ താഴ്ന്ന ജോലി വിട്ടുപോകാൻ സാധ്യതയുണ്ട്. സോ NJD നമുക്ക് വരാൻ ചാൻസസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ ലിസ്റ്റിൽ ഓരോ ഗ്രേഡ് താഴുമ്പോഴത്തേക്കും ആൾക്കാരുടെ എണ്ണം കൂടുതൽ. ഇനി പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ്. അത് ലിസ്റ്റ് നിലവിൽ വന്നത് നമുക്ക് 25/2/2022 ഇത് 22 പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. പോർട്ടൊക്കെ വളരെ ചെറിയ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു നമ്പർ ഓഫ് പീപ്പിൾ മാത്രമേ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് KLDC ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ വർക്ക് സൂപ്രണ്ട് ഗ്രേഡ് 2 ആണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 28/1/2022 2025 ആകുമ്പോൾ നമുക്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതാണ്. 244 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. ഇനി അടുത്തത് ജൂനിയർ ഓവർസിയർ സിവിൽ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡാണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 30/12/2022 അധികം വേക്കൻസീസ് വരാത്തത് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വൈകുന്നത്. പക്ഷേ നമുക്ക് സൂൺ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ മാസ് റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഓവർസിയർ ഗ്രേഡ് 3 LSGD എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 16/8/2022 25 ആകുമ്പോൾ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് 1693 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. ഇപ്പോഴും അഡ്വൈസസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലിസ്റ്റാണ് ഓവർസിയർ ഗ്രേഡ് 3 LSGD. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് വർക്ക് സൂപ്രണ്ട് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്.
25/5/2022 ലിസ്റ്റ് വന്നത്. വളരെ ചെറിയ ലിസ്റ്റാണ്, 48 പേരാണ്. അതുകൊണ്ട് തന്നെ വലിയ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസറാണ്. ഇത് നമുക്ക് നോട്ടിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റാണ്. 1517 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. റാങ്ക് ലിസ്റ്റ് നമുക്ക് 2025 4 മാസം എക്സ്പയർ ആവും. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അഡ്വൈസസ് എവിടെ വരെ പോയി, കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ എക്സാം അനാലിസിസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ്ലി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഓവർസിയർ ഗ്രേഡ് 3യുടെ കോഴ്സ് നമ്മൾ എക്സ്ക്ലൂസീവ്ലി എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. 6/4/2022 നമ്മുടെ ലിസ്റ്റ് വന്നത്. 2025 4 മാസം എക്സ്പയർ ആവും. 205 പേരായിരുന്നു മെയിൻ ലിസ്റ്റിലുള്ളത്. എക്സ്പയർ ആവാറായ ലിസ്റ്റാണ്. നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓവർസിയർ ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ ഹാർബർ എഞ്ചിനീയറിംഗ് ആണ്. 26/4/2022 1492 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. അത് 1492 പേര് എന്ന് പറയുന്ന കമ്പൈൻഡ് ആയിട്ട് നടത്തിയ എക്സാമാണ്. സാധാരണ ഹാർബറിലൊക്കെ വളരെ കുറവ് വേക്കൻസീസ് വരാറുള്ളൂ. ഇനി ബിടെക് യോഗ്യത വെച്ചിട്ട് നമുക്ക് 2 എണ്ണമാണ് ഉണ്ടാവാറ്. ഒന്ന് AE/LSGD ആണ്. AE/LSGD നമ്മൾ ഉടൻ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാര്യം ലിസ്റ്റ് നമുക്ക് അടുത്ത വർഷം 4 മാസത്തിൽ തീരും. ഇതിൻ്റെ ലിസ്റ്റിൻ്റെ പ്രത്യേകതകളും വാലിഡിറ്റിയും അഡ്വൈസസും ഒക്കെ നമ്മൾ എക്സാം അനാലിസിസ് എല്ലാം നമ്മൾ പല വീഡിയോസായിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി IO ഓൾറെഡി നോട്ടിഫൈഡ് ആണ്. എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിന് പറ്റുന്ന പോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും പറ്റുന്ന ഒരു എക്സാമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് KRDB നമുക്ക് AE നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാര്യം കഴിഞ്ഞ LSTD എക്സാമിന് മുന്നേ ആയിരുന്നു ഒരു എക്സാം നടന്നത്. ലിസ്റ്റും അതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം LSTD Aയും ദേവസ്വം ബോർഡിലെ Aയും നമ്മൾ ഒരുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഓവർസിയർ ഗ്രേഡ് 3 ഓൾറെഡി നോട്ടിഫൈഡ് ആണ്. എക്സാം വന്നാൽ മതി നമുക്ക്. ഇതും നമുക്ക് ലിസ്റ്റ് അത്യാവശ്യം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയൊരു പോസ്റ്റാണ്. അപ്പം ഇതും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. അത് ഹിന്ദുസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ RRB JEക്കകത്ത് ഓൾറെഡി നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. CBT 1ഉം CBT 2ഉം നടന്നിട്ട് നമുക്ക് എക്സാം നടക്കുക. CBT 1 ഉടൻ തന്നെ ഉണ്ടായിരിക്കും. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എല്ലാം നമുക്ക് ഈ മാസം അടുത്ത മാസമായിട്ട് ഉണ്ടാവും. ഗ്യാപ്പ് നോക്കുക. ടയർ 1ഉം ടയർ 2ഉം തമ്മിൽ വലിയ ഗ്യാപ്പ് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ടയർ 1ന് പ്രിപ്പയർ ചെയ്യുന്നവർ ടയർ 2ഉം പാരലലി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവുക. മാത്രമല്ല നമുക്ക് ടയർ 2 ടെക്നിക്കൽ ഉണ്ടായിരിക്കും. അപ്പോൾ ടെക്നിക്കൽ നോൺ ടെക്നിക്കലിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അപ്കമിങ് എക്സാംസ്. അപ്പോൾ ഇത്രയും നമുക്ക് നോട്ടിഫിക്കേഷൻസ് അടുത്ത വർഷങ്ങളിൽ എക്സ്പയർ ആവുന്ന ലിസ്റ്റുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും പഠിച്ച് നമുക്ക് ഒരു സീസൺ ഓഫ് എക്സാംസ് തന്നെ വീണ്ടും നമുക്ക് റോൾ ചെയ്ത് വരാൻ തുടങ്ങുകയാണ് അടുത്ത വർഷം മുതൽ. അപ്പം ആരും സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ പഠിച്ചു തുടങ്ങുക. നേരത്തെ പറഞ്ഞ പോലെ 15ഓളം എക്സാംസിന് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സ് നമുക്ക് എൻട്രിയിൽ അവൈലബിൾ ആണ്. അപ്പം ഫ്രം ദ ബേസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ സൈഡ് മുതൽ നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്ത് പഠിപ്പിക്കുന്നതാണ്. അപ്പം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വഴിയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. സോ താങ്ക് യു ഓൾ ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്.